എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത ഡൈനാസ്റ്റിയാണ് ഇത് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗാസി മാലിക് എന്നറിയപ്പെടുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ആര്? തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഓർത്തിരിക്കുക, ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ലേറ്റർ ഓൺ ഖിൽജിക്ക് ശേഷം വന്നൊരു വ്യക്തിയാണ് ആര്? തുഗ്ലക്ക്, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ വംശജനാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത് കേട്ടോ. ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത്. അതുപോലെ ബിൽഡ് എ സ്ട്രോങ് ഫോർട്ട് കാൾഡ് തുഗ്ലക്കാബാദ് നിയർ ഡൽഹി. തുഗ്ലക്കാബാദ് നിർമ്മിച്ചത് ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയൊക്കെ ഓർമ്മ വരത്തുള്ളൂ. ഫൗണ്ടറിനെ ഓർത്തിരിക്കുക, ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക്കാബാദ് സ്ഥാപിച്ചത് കേട്ടോ. ഡൈഡ് ബൈ കൊളാപ്സ് ഓഫ് സ്റ്റേജ് ഇൻ ബംഗാൾ. ഇദ്ദേഹത്തിന്റെ വിജയത്തെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിജയത്തിന്റെ ആഘോഷത്തിനായിട്ട് ബംഗാളിൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് സ്റ്റേജ് തകർന്നു വീണ് മരിച്ച വ്യക്തിയാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത്. സ്റ്റേജ് തകർന്നു വീണ് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് എന്താണ്, മുഹമ്മദ് ബിൻ തുഗ്ലക് ഇദ്ദേഹത്തെ അവിടെ വെച്ച് വധിച്ചതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വ്യക്തിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, എല്ലാം പരാജയപ്പെട്ടു പോയ കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. His regime marked the zenith of the Delhi Sultanate but also saw the beginning of disintegration. എന്താണ്, തുഗ്ലക് ഡൽഹി സുൽത്താനേറ്റിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ട് എത്തുകയും ചെയ്തു. പക്ഷെ എന്താണ്, ഡൽഹി സുൽത്താനേറ്റ് പലതായിട്ട് വിഭജിച്ചു പോകാനായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത് എന്ത് ചെയ്തു? മംഗോൾസിനെ, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയെ പോലെ തന്നെ മംഗോൾസിനെ ഡിഫീറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അപ്പോയിന്റഡ് ഓഫീഷ്യൽസ് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? ഓഫീസേഴ്സിനെ നിയമിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ എന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ തുർക്കിഷ് നോബൽസിനെ മാത്രം സപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ മുസ്ലിംസിനെ വരെ പുറത്താക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ്, ഹിന്ദുസിനും കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തൊരു കാലഘട്ടം വന്നു. പിന്നീട് വീണ്ടും എന്താണ്, നോബൽസിനെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയ കാലഘട്ടം വന്നു. പക്ഷേ ഇവിടെ എന്താണ്, മെറിറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്പോയിന്റ്മെന്റ്സ് ആണ് ഓഫീഷ്യൽസിന് കൊടുത്തത്. കാരണം അവിടെ അപ്പം ഇന്ന ജാതിന്നോ ഇന്ന ഇതൊന്നും ഇല്ല, എല്ലാവർക്കും ഫോറിനേഴ്സ് പോലും എന്താണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സദസ്സിൽ ഒഫീഷ്യൽസ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പോൾ മെറിറ്റ് ബേസ്ഡ് ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അതുപോലെ ഇബൻ ബത്തൂത്ത വാസ് ഹിസ് കണ്ടംപററി ഓഫ് മുഹമ്മദ് തുഗ്ലക് ആൻഡ് വാസ് ഹിസ് എൻവോയ് ടു ചൈന. അപ്പൊ ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്തുള്ള ഒരു ജഡ്ജിയെ പോലെ ഇരുന്ന വ്യക്തിയാണ് ആര്? ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയിലേക്കുള്ള ദൂതനും ഒക്കെ ആരാണ്? ഇബൻ ബത്തൂത്ത ആയിരുന്നു കേട്ടോ. അപ്പൊ ഖ്വാസി ജഡ്ജി എന്ന് പറയുന്നത് ഖ്വാസി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഖ്വാസി പദവിയിലിരുന്ന വ്യക്തിയാണ് ആര്? ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഹി ബിൽറ്റ് ഫോർട്ട് ഓഫ് ആദിലാബാദ് ആൻഡ് സിറ്റി ജഹാൻപാന സിറ്റിയും അതുപോലെ തന്നെ ആദിലാബാദ് കോട്ടയും സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഓർത്തിരിക്കുക. നിർമ്മിതികൾ ഓർത്തിരിക്കുക കേട്ടോ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്തൊക്കെ വന്നിട്ടുള്ളത്? സൗത്ത് ഇന്ത്യയിൽ വിജയനഗര, ബാമിനി, മധുരൈ കിങ്ഡങ്ങളെല്ലാം രൂപപ്പെടുന്നത് കേട്ടോ. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്തായിരുന്നു ഈ കിങ്ഡങ്ങളെല്ലാം സൗത്ത് ഇന്ത്യയിൽ എമർജ് ചെയ്ത് വരുന്നത്. ഇനി മുഹമ്മദ് തുഗ്ലക്കിന്റെ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത്, ഇദ്ദേഹം എന്ത് ചെയ്തു? ക്യാപിറ്റല് ഡൽഹിയിൽ നിന്നും ദിയോഗിരിയിലേക്ക് കൊണ്ടുവന്നു, അഥവാ ദൗലത്താബാദിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് സൗത്തിലേക്കും ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൗത്തിലേക്കും ഡൽഹി സുൽത്താനേറ്റ് വ്യാപിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നും ദിയോഗിരി അഥവാ ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതെന്ന് പറഞ്ഞാൽ ഡെക്കാന്റെ ഓൾമോസ്റ്റ് നടുക്കത്തുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഈ ദൗലത്താബാദ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു പോർഷൻ ഭരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിലാണ് ദൗലത്താബാദിലേക്ക് വന്നതെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മംഗോളിയൻസിന്റെ ആക്രമണം ഉണ്ടല്ലോ, നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നിന്ന് മംഗോളിയൻസിന്റെ ആക്രമണം കൂടുതലാണ്. അപ്പൊ ഡൽഹി ആകുമ്പോൾ കുറച്ചും കൂടെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ദൗലത്താബാദ് കുറച്ചും കൂടെ ദൂരെ ആയതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ കുറയാനുള്ള സാധ്യത കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ടും ക്യാപിറ്റൽ മാറ്റി എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെക്കാൻ പിന്നീട് പിടിച്ചെടുത്ത പ്രദേശമല്ലേ, അപ്പൊ അവിടുത്തെ ആളുകൾക്ക് ഈ പറയുന്ന ഡൽഹി സുൽത്താൻ ഭരണത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തടയാനും അങ്ങനെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാറ്റിയതെന്നും പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ്
ഇതിൽ ക്യാപിറ്റൽ മാറ്റാൻ വേണ്ടിയിട്ട് പറയപ്പെടുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഡൽഹിയും ദൗലത്താബാദും ക്യാപിറ്റലായിട്ട് നിലകൊള്ളാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരെയും തിരിച്ച് ദൗലത്താബാദിലേക്ക് കൊണ്ടുവരാനും നോക്കിയിട്ടില്ല. ഏറ്റവും പ്രമുഖരായിട്ടുള്ളത് നോബിൾസും അങ്ങനെയൊക്കെയുള്ള ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവർ മാത്രം ഇദ്ദേഹത്തിന്റെ കൂടെ ദൗലത്താബാദിലേക്ക് വരുന്നുള്ളൂ. ഈ ക്യാപിറ്റൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് എന്ത് ചെയ്യാണ്, റോഡ് പണിയുകയും വഴിയിലെല്ലാം വിശ്രമശാലകളൊക്കെ പണിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, അത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടത് കൊണ്ടിട്ട് ആളുകൾ പലരും എന്ത് ചെയ്യാണ്, വഴിയിൽ കുഴഞ്ഞു വീണൊക്കെ മരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പിന്നെ പോരാഞ്ഞിട്ട് എന്താണ്, ദൗലതാബാദിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കുറവാകുകയും ചെയ്തു. അതിനുശേഷം എന്താണ്, വെള്ളമൊന്നും കിട്ടാതായിട്ട് ഇദ്ദേഹം ഉപേക്ഷിച്ച് തിരിച്ച് തന്നെ എന്ത് ചെയ്യാണ്, ഡൽഹിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഒന്നാമത്തെ പരിഷ്കാരം നടത്തിയത്, പരാജയപ്പെട്ടു പോയത്, ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ, ഓർത്തിരിക്കുക. രണ്ടാമതെന്ന് പറയുന്നത് ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്തു. പല രാജാക്കന്മാരും എന്താണ് ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്ന് വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ തുഗ്ലക്കിന്റെ സമയത്ത് എന്ത് ചെയ്തു, ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. വേറെ ഡൽഹി സുൽത്താനേറ്റിൽ ആരും പരീക്ഷിച്ചിട്ടില്ല. മറ്റ് നമ്മൾ പറയും മംഗോളിയൻസും ഒക്കെ അങ്ങനെ പറയുന്നില്ലേ, അവരൊക്കെ പലരും പരീക്ഷിച്ചിട്ടുണ്ട് ഈ ടോക്കൺ കറൻസി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് വിജയിച്ചത് കണ്ടിട്ടാണ് തുഗ്ലക്കും എന്ത് ചെയ്യുന്നത്, പരീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, പരാജയമാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോക്കൺ കറൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോൺസ് അല്ലെങ്കിൽ കോപ്പർ കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ എന്ത് ചെയ്യും, പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടോക്കൺ കറൻസി എന്ന് പറയുന്ന രീതിക്ക് കുറച്ച് കറൻസീസ് അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് നിലവിലുള്ള സിൽവർ തങ്ക കോയിൻസിന്റെ അതേ വാല്യൂ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. കോപ്പർ കറൻസി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പക്ഷെ എന്താണ് ചെയ്തത്, ആളുകൾ എന്ത് ചെയ്തു, ഇതിന് കള്ളനാണയങ്ങൾ അടിച്ചിറക്കാനായിട്ട് തുടങ്ങി. അപ്പം ഏതാണോ ഒറിജിനൽ, രാജാവ് പുറത്തിറക്കിയത് ഏതാണെന്നോ വ്യാജം ഏതാണെന്നുള്ളത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. അപ്പം ഈ ഒരു സമ്പ്രദായം പിന്നീട് എന്ത് ചെയ്യാണ്, രാജാവ് തന്നെ പിൻവലിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു, അതെന്ത് ചെയ്യാണ്, പാളിപ്പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം. പിന്നെ എന്ത് ചെയ്യണം, മൂന്നാമതെന്ന് പറയുന്നത് ചൈനീസ് ഇൻക്ലൂഷൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഖോർസാന പ്രോജക്റ്റും അതുപോലെ തന്നെ ക്വാറാച്ചി എക്സ്പെഡേഷനും ഒക്കെ നടത്തി. അപ്പോൾ ഇത് പൊതുവെ ചൈനീസ് എക്സ്ക്ലൂഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് നടത്തിയത്. പക്ഷേ രണ്ടും എന്താണ്, പരാജയപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അത് രണ്ടും ഓർത്തിരിക്കുക. ചൈനീസ് ഇൻക്ലൂഷൻസ് തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും എന്ത് ചെയ്തു, പാളിപ്പോവുകയാണ് ചെയ്തത്. അപ്പം കുമയോൺ ഹിൽസ്, ഹിമാലയത്തിലെ കുമയോൺ ഹിൽസിൽ നടത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചി എക്സ്പെഡേഷൻ ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ ദോബ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഇദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു എന്താണ്, ഏറ്റവും എന്താണ്, ലോൺ കൊടുക്കുക, കൃഷിക്ക് ലോൺ കൊടുക്കുക. അതും പ്രത്യേകം ചില വിളകൾക്ക് വേണ്ടിയിട്ട്, ചില വിളകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ലോൺ കൊടുക്കുക. അത് ഈ കർഷകർക്കെന്നല്ല, ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും, അവർക്ക് പൈസ കൂടുതലായിട്ട് കൊടുക്കുക, അവരെ കൊണ്ട് കുറച്ച് ദോബ ഏരിയയിൽ എന്ത് ചെയ്യുക, കൃഷി ചെയ്യിക്കുക. പക്ഷേ ഈ സമ്പ്രദായം എന്ത് ചെയ്തു, പാളിപ്പോയി. കാരണം ഈ പറഞ്ഞ് തെരഞ്ഞെടുത്തവരെന്തല്ല, ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. ഒന്ന്, അവർക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ല. രണ്ട്, ഇവരെന്ത് ചെയ്തു, ഈ കൊടുത്ത പൈസയെല്ലാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് എന്ത് ചെയ്തു, പൈസയെല്ലാം തീർത്തു. അങ്ങനെ ഈ പറയുന്ന ലോൺ എന്ന് പറയുന്നത് ആ ലോണിന് പറയുന്ന പേരാണേത്, തക്കാവി ലോൺ എന്ന് പറയുന്നതാണ് കൊടുത്തിരുന്നത്. ആ ലോണിന് അറിയപ്പെടുന്ന പേരാണിത്, തക്കാവി ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ എന്ത് ചെയ്തു, ഇവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തീർക്കുകയുണ്ടായി. അപ്പം കറപ്ഷൻ കാരണം എന്ത് ചെയ്യുവാണ്, ഈ ഒരു പദ്ധതി എന്ത് ചെയ്തു, ഫ്ലോപ്പായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഈ കൾട്ടിവേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നതാണ് ഇത് ദിവാൻ ഐ അമീർ കോഹി എന്ന് പറയുന്നത് കേട്ടോ. ദിവാൻ ഐ അമീർ കോഹി ആരാണ് കൊണ്ടുവന്നത്, ഓർത്തിരിക്കുക, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് കൊണ്ടുവന്നത്. ദിവാൻ ഐ അമീർ കോഹി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൾട്ടിവേഷന് വേണ്ടിയിട്ട്, ക്രോപ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. അവർക്ക് എന്താണ്, തക്കവി എന്ന് പറയുന്ന ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താണ്, ഇത് ദോബ റീജിയനിൽ, നമ്മുടെ ആ യമുനയുടെ തീരത്തും അതുപോലെ മീററ്റ്, അലഹബാദ് ആ പ്രദേശങ്ങളിലെ നദീതീരങ്ങളിലെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ആ ഭാഗങ്ങളെയാണ് ദോബ എന്നറിയപ്പെടുന്നത് കേട്ടോ. ദോബ റീജിയനിൽ എന്ത് ചെയ്യാണ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്തായില്ല, കറപ്ഷൻ കാരണം ഈ ഒരു പദ്ധതിയും എന്ത് ചെയ്യാണ്, പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം തുഗ്ലക്കിന്റെ പരിഷ്കാരങ്ങൾ ഒന്നെന്തായിരുന്നു, ഡൽഹി ക്യാപിറ്റൽ മാറ്റുക, പരാജയപ്പെട്ടു. 2, ടോക്കൺ കറൻസി കൊണ്ടുവന്നു, പരാജയപ്പെട്ടു. 3, ചൈനീസിന്റെ ഇൻക്ലൂഷൻസ് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു, അത് നടന്നില്ല. അതുപോലെ തന്നെ ദോബ ക്രൈസിസ്. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ തുഗ്ലക് വംശത്തിലെ അടുത്തൊരു പ്രഗത്ഭനായിട്ടുള്ള രാജാവായിരുന്നു ആര്, ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം
തുഗ്ലക് വംശം ഭരിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. 1381 മുതൽ 1388 വരെയാണ് കാലയളവെന്ന് പറയുന്നത്. അപ്പോൾ അഡോപ്റ്റഡ് ദ പോളിസി ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ് ഓഫ് ട്രൈങ് ടു അപ്പീസ് ദ നോബിൾസ്, ആർമി, തിയോളജൻസ് ആൻഡ് ഓഫ് അസേർട്ടിംഗ് ഹിസ് അതോറിറ്റി ഓവർ ഓൺലി such areas which could be easily administrated from the center. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം എല്ലാവരോടും ഒരു സമാധാനപരമായിട്ടുള്ളൊരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അതുപോലെ തന്നെ നമ്മൾ സെൻട്രലിൽ നിന്നുകൊണ്ട് ഡൽഹിയിൽ എവിടെയാണോ ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആരുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെതാണ് കേട്ടോ. ഹി എക്സ്റ്റെൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്ററി ടു ദ ആർമി ആൻഡ് നോബിലിറ്റി. അപ്പം ഓൾറെഡി പറഞ്ഞു, നമ്മൾ നോബിൾസിനോടും ആർമിയോടും എല്ലാവരോടും ഒരു സമാധാനപരവും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് ചെയ്യുന്നത്. അപ്പം അതിനോട് അനുബന്ധിച്ചാണ് എന്ത് ചെയ്തത്? ആർമിയിലും നൊബിലിറ്റിയിലും എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം പിന്തുടർച്ച അവകാശം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇക്ത സിസ്റ്റം അദ്ദേഹം പരിഷ്കരിക്കുകയും അതിനും ഹെറിഡിറ്ററി കൊണ്ടുവന്നു കേട്ടോ. പിന്തുടർച്ച, ഇക്ത സിസ്റ്റത്തിനും ഒരു പിന്തുടർച്ച അവകാശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ തിയോളജൻസിനെ സമാധാനപ്പെടുത്താൻ, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പ്രൊഹിബിറ്റഡ് പ്രാക്ടീസ് ഓഫ് മുസ്ലിം വുമൻസ് ഗോയിങ് ഔട്ട് ടു വർഷിപ്പ്. അപ്പോൾ മുസ്ലിം വുമൻസ് വർഷിപ്പിന് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പുറത്തു പോകുന്ന പ്രാക്ടീസ് എന്ത് ചെയ്തു? അത് നിർത്തലാക്കി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഗേവ് കൺസെഷൻസ് ടു തിയോളജൻസ്. ഒരുപാട് തിയോളജൻസിന്, മതാചാരികൾക്കൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് ഇളവുകളൊക്കെ അദ്ദേഹം കൊടുത്തു. അതുപോലെ മെയ്ഡ് ജസിയ എ സെപ്പറേറ്റ് ടാക്സ്. ജസിയ എന്ന് പറയുന്ന ടാക്സ് സെപ്പറേറ്റ് ചെയ്തു. മുൻപ് അത് ലാൻഡ് റവന്യൂവിന്റെ കൂടെ കൊടുത്തിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ജസിയ എന്ന് പറയുന്നത്. അതിനെ ഒരു സെപ്പറേറ്റ് ടാക്സ് ആക്കി മാറ്റുകയാണ് ആര് ചെയ്തത്? ഫിറോസ് ഷാ തുഗ്ലക്ക് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഈ ജസിയ എന്ന് പറയുന്നത് എല്ലാവരും കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളവർ ചിൽഡ്രനും വുമണും ഡിസേബിൾഡും ആയിട്ടുള്ള ആളുകളെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ജസിയയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി പറയുന്ന ഈ ബ്രാഹ്മണരായിക്കോട്ടെ എല്ലാവരും ഈ ജസിക്കകത്തോട്ട് ഉൾപ്പെടുന്നവരാണ് കേട്ടോ. അപ്പം ജസിയ ഒരു സെപ്പറേറ്റ് ടാക്സ് ആക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഓർത്തിരിക്കുക. അതുപോലെ എറേസ്ഡ് വാൾ പെയിന്റിങ്സ് ഇൻ ഹിസ് പാലസസ് ഓർത്തിരുന്നാൽ മതി. ഹി കൺസ്ട്രക്റ്റഡ് ആൻഡ് ഇംപ്രൂവ്ഡ് സെവറൽ കനാൽസ്. അപ്പോൾ ഒരുപാട് കനാൽ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അത് ചിലതൊക്കെ എന്ത് ചെയ്തു? പുതുക്കി പണിയുകയും പുതുതായിട്ടുള്ളതൊക്കെ കൊണ്ടുവന്നു. മെയിൻലി കനാലുകൾ പണിയാനുള്ള കാരണം അദ്ദേഹം പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സിറ്റീസും ടൗൺസിലോട്ടൊക്കെയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കനാലുകൾ കൂടുതലും പണിഞ്ഞത്. അപ്പം ഏതൊക്കെ സിറ്റീസ് ആണെന്നുള്ളത് താഴോട്ട് പറയുന്നുണ്ട്. ഹി സെറ്റപ്പ് ഹോസ്പിറ്റൽസ് ഫോർ പുവർ കാൾഡ് ദാര ഉൽ ഷിഫ. അപ്പൊ ദാര ഉൽ ഷിഫ എന്ന് പറഞ്ഞ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ അറിയപ്പെടുന്ന പേരാണ് ദാര ഉൽ ഷിഫ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ദാര ഉൽ ഷിഫ എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റൽസ് ആണ്? ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലുള്ളതാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് ജോൺപൂർ ആൻഡ് നെയ്മഡ് ഇൻ മെമ്മറി ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സ്മരണാർത്ഥമാണ് ജോൺപൂർ എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. കാരണം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ജുവാന ഖാൻ എന്നാണ് കേട്ടോ. ജുവാന ഖാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥമാണ് ജോൺപൂർ എന്ന് പറയുന്ന സിറ്റിക്ക് പേരിടുന്നത്. ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു കസിൻ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അവര് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പണിത സിറ്റി, ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് ആ സിറ്റിക്ക് ജോൺപൂർ എന്ന് പറയുന്ന പേര് നൽകിയിരുന്നത്. ഇനി അടുത്ത എസ്റ്റാബ്ലിഷ്ഡ് ടൗൺസ് ഓഫ് ഹിസാർ, ഫത്തേഹാബാദ്, അതുപോലെ തന്നെ ഫിറോസാബാദ്. അപ്പോൾ ജോൺപൂർ ഉണ്ട്, അതുപോലെ തന്നെ ഹിസാർ എന്ന് പറയുന്നതും ഫത്തേഹാബാദും ഫിറോസാബാദും ഒക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് എന്തോ ഓർത്തിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് പോരാതെ പുതിയ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സും കൂടെ ഡൽഹി സുൽത്താനിലേക്ക് കൊണ്ടുവന്നു. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്? ഒന്ന് പബ്ലിക് വർക്ക്സിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. അതിന് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളുടെ മാരേജസിന് വേണ്ടിയിട്ടും അതുപോലെ ഓർഫൻസിനും വിഡോസിനും ഒക്കെ വേണ്ടിയിട്ടും ഒക്കെയുള്ള അവരുടെ പൈസ സമാഹരണം, അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ദിവാൻ ഐ ഖൈറത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു കേട്ടോ. ദിവാൻ ഐ ഖൈറത്ത് ഡിപ്പാർട്ട്മെന്റ് ഓർത്തിരിക്കുക. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദിവാൻ ഐ ഖൈറത്ത് എന്തിനു വേണ്ടിയിട്ടാണ്?
പാവപ്പെട്ട പെൺകുട്ടികളുടെ മാരേജസിനും അതുപോലെ തന്നെ ഓർഫൺസിനും വിഡോസിനും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ ഖൈറത്ത് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ ബന്ദാഗൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പേരുകൾ വായിക്കുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം, അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. പേർഷ്യൻ പേരുകളാണ്, അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അതിനെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ദിവാനായി ബന്ദാങ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്സ് ആണ് കേട്ടോ. അപ്പോൾ സ്ലേവ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പബ്ലിക് വർക്ക്സിന് പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല. ദിവാനായി ഖൈറത്ത് ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. അത് മുമ്പ് നമ്മുടെ SSC ലെവലിലും UPSC ലെവലിലൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ഇൻട്രൊഡ്യൂസ്ഡ് 2 ന്യൂ കോയിൻസ്, പുതിയ 2 നാണയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്തുള്ള നാണയങ്ങളാണ് ഏതൊക്കെ? ആധയും അതുപോലെ തന്നെ ബിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ആധ എന്ന് പറയുന്നത് 50% ഓഫ് ഡിജിറ്റലാണ്, അതുപോലെ ബിച്ച് എന്ന് പറയുന്നത് 23% ഓഫ് ഡിജിറ്റലാണ്. ഡിജിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ കോയിൻസ് ആണ്. കൂടുതലും കോപ്പർ ആയിരുന്നു അവർ എന്താണ് ഈ പൈസ ആയിട്ട് നാണയങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പം ആദയും ബിച്ചും എന്ന് പറയുന്നത് ആരുടെ കാലത്തുള്ള കോയിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്തുള്ളവയാണ്. ഇനി ഹി ലെഡ് ടു അൺസക്സസ്ഫുൾ എക്സ്പെഡിഷൻ ടു ബംഗാൾ. അപ്പം എന്താണ് അദ്ദേഹം ബംഗാളിലേക്ക് ബംഗാൾ പിടിച്ചെടുക്കലും അതുമൊക്കെ ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം അൺസക്സസ്ഫുൾ ആവുകയാണ് ചെയ്തത്. അതോടുകൂടി ബംഗാൾ എന്ത് ചെയ്തു? ഡൽഹി സുൽത്താനേറ്റിന്റെ കയ്യിൽ നിന്നും പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ബംഗാൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായിരുന്നില്ല. ഹി ഡെവലപ്ഡ് റോയൽ ഫാക്ടറീസ് കാൾഡ് ഖർഖാനാസ് ഓർത്തിരിക്കുക. റോയൽ ഫാക്ടറീസ് ആണ്. അവിടെ ഒരുപാട് സ്ലേവ്സ് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവെ എല്ലായിടത്തും സ്ലേവ്സ് തന്നെയാണ് വർക്ക് ചെയ്യുക. ഖർഖാനാസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ആ ഒരു സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ റോയൽ പാലസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്തോ ആർട്ടിസൻസ് ആയിക്കോട്ടെ, പാത്രങ്ങളോ എന്ത് സാധനവും ഒക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് ഈ ഖർഖാനാസ് എന്ന് പറയുന്നത്. അപ്പം റോയൽ ഖർഖാനാസ്, റോയൽ ഫാക്ടറീസ് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോസിൽ 4 ടാക്സസ് സാങ്ഷൻഡ് ബൈ ഇസ്ലാമിക്. അപ്പോൾ നമ്മുടെ ഖുറാനിൽ പറയുന്ന 4 ടൈപ്പ് ടാക്സസ് ആണ് ഇദ്ദേഹം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ടാക്സസ് ലേറ്റർ ഓൺ പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് പേരുകളൊന്നും ഓർത്തിരിക്കുക. ഖാറജ്, കാംസ്, ജസിയ, സക്കാത്ത്, ഈ പറയുന്ന 4 ടാക്സസ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റെജിമിൽ, ഈ ഒരു ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഖാറജ്, ഖാം, ജസിയ, സക്കാത്ത് കേട്ടോ. ഖാരജ്, ഖാം, ജസിയ, സക്കാത്ത് എന്ന് പറയുന്ന 4 ടൈപ്പ് ടാക്സസ് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടാക്സ് ആണ് ഏത്? ഷരാബ് എന്ന് പറയുന്നത്. എന്നാൽ ഇറിഗേഷൻ ടാക്സ് ആണ് ഏത്? ഷരാബ് എന്ന് പറയുന്നത്. കാരണം കനാൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഷരാബ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ടാക്സ് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ഡൽഹി സുൽത്താനേറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഇറിഗേഷൻ ടാക്സ് കൊണ്ടുവരുന്നത്. അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അതുകൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വസീർ ആയിരുന്നു ആര്? ഖാൻ-ഐ ജഹാൻ മഖ്ബൂൽ എന്ന് പറയുന്നത് കേട്ടോ. ഖാൻ-ഐ ജഹാൻ മഖ്ബൂൽ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വസീർ അഥവാ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇനി അടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നിസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം തുഗ്ലക്ക് വംശത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവരെ നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ റൂളറാണ് ആര്? നിസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് തിമൂർ ആക്രമണം സമയത്ത് തുഗ്ലക്ക് വംശം ഭരിച്ചിരുന്ന വ്യക്തിയാണ് ആര്? നിസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത്. 1398 തിമൂർ എന്ത് ചെയ്യുന്നത്? ഡൽഹി ഡൈനാസ്റ്റി ആക്രമിക്കുന്നത്. അപ്പം ആ സമയത്ത് നിസറുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു. വലിയ പാടൊന്നും ഇല്ലായിരുന്നു നിസറുദ്ദീൻ മുഹമ്മദിനെ പരാജയപ്പെടുത്താനായിട്ട്. അതിനുശേഷം തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നതിൽ തുഗ്ലക്ക് വംശം അവസാനിക്കുകയും സെയ്ദ് വംശം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് തുഗ്ലക്ക് വംശത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം 3 പേരാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇവിടെ. ഫിറോസ് ഷാ തുഗ്ലക്ക്, അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, പിന്നെ ആദ്യം പറഞ്ഞ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് കേട്ടോ. അപ്പം ഈ 3 പേരെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക.